ഡിയർ സ്റ്റുഡൻസ്, ജീനു ഗാട്ടയിൽ നമ്മുടെ കുട്ടികൾ കമ്പൽസറി ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയയാണ് ലെഡ്ജേഴ്സ്, അതുപോലെ ലെഡ്ജർ നെയിം, ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ്. ഇത് നമ്മൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനും ആവശ്യമാണ്, അതുപോലെ തന്നെ നമ്മളുടെ തിയറി എക്സാമിനും ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് നമ്മുടെ ലെഡ്ജർ നെയിം, അക്കൗണ്ട് നെയിം, ബിൽഡിംഗ് അക്കൗണ്ട്. അതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്, then subgroup building. The next furniture, ledger furniture, then group fixed asset and subgroup furniture. Next ledger land, then group fixed asset, subgroup land. Plant and machinery ledger, then group fixed asset, plant and machinery. അപ്പോൾ നമ്മൾ ഈ ഫിക്സ്ഡ് അസറ്റുകളെല്ലാം തന്നെ ഈ ബിൽഡിംഗ്, ഫേർണിച്ചർ, ലാൻഡ്, പ്ലാന്റ് ആൻഡ് മെഷീനറി നമുക്കിത് അറിയാം. ഇതെല്ലാം ഫിക്സ്ഡ് അസറ്റുകളാണ്. അപ്പോൾ അതിനെല്ലാം ഗ്രൂപ്പ് ഫിക്സ്ഡ് അസറ്റ് തന്നെയാണ്. ദെൻ സബ് ഗ്രൂപ്പ് ആ ലെഡ്ജറിൻ്റെ പേര് തന്നെ കൊടുക്കുക. ദെൻ അടുത്തത് ബാങ്ക്. നമുക്കറിയാം അതിൻ്റെ ഗ്രൂപ്പ് കറണ്ട് അസറ്റാണ്. അതിൻ്റെ സബ് ഗ്രൂപ്പ് വരുന്നത് ബാങ്ക് എന്ന് തന്നെ. ക്യാഷ് ലെഡ്ജർ, അതിൻ്റെ ഗ്രൂപ്പ് കറണ്ട് അസറ്റ്, ദെൻ സബ് ഗ്രൂപ്പ് ക്യാഷ്. നെക്സ്റ്റ് ഐറ്റം ക്ലോസിംഗ് സ്റ്റോക്ക്, ലെഡ്ജർ ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതിനെ പറയും സിസ്റ്റം ജനറേറ്റഡ് ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക്, സ്റ്റോക്ക് അറ്റ് ബിഗിനിങ് ആൻഡ് പി&എൽ അക്കൗണ്ട്. അതായത് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഗ്രൂപ്പ് കറണ്ട് അസറ്റ്. സബ് ഗ്രൂപ്പ് വരുന്നത് ഇൻവെൻട്രി. അത് കുട്ടികൾ ശ്രദ്ധിക്കണം. സബ് ഗ്രൂപ്പ് ഇൻവെൻട്രി ആണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ. നെക്സ്റ്റ് പ്രീപെയ്ഡ് എക്സ്പെൻസ് വരുവാണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റാണ്. സബ് ഗ്രൂപ്പ് ലോൺസ് ആൻഡ് അഡ്വാൻസസ്. അടുത്ത ക്യാപിറ്റൽ, എൻ്റെ ഗ്രൂപ്പ് ക്യാപിറ്റൽ, സബ് ഗ്രൂപ്പ് ഇല്ല. ദെൻ ബാങ്ക് ലോൺ ലയബിലിറ്റി വരുവാണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് ലോൺസ് വിത്തിൻ ബ്രാക്കറ്റ്. ലോൺസ് നമുക്ക് ലയബിലിറ്റി ആവും, അസറ്റ് ആവും. നമ്മൾ എടുക്കുന്നതാണെങ്കിൽ അത് ബിസിനസ് എടുക്കുന്ന ലോൺ നമുക്ക് ലയബിലിറ്റി ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് ലോൺ ലയബിലിറ്റി. അതേസമയം ബിസിനസ് കൊടുക്കുന്ന ലോണുകളുണ്ട്, അത് ബിസിനസ് അസറ്റ് ആയിരിക്കും. ഇതിൽ ബാങ്ക് ലോൺ ഉദ്ദേശിക്കുന്നത് നമ്മൾ കൊടുത്ത ലോൺ, നമ്മൾ എടുത്തിരിക്കുന്ന ലോണാണ്. സോ ലയബിലിറ്റി. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് ലോൺസ് ലയബിലിറ്റി. ദെൻ സബ് ഗ്രൂപ്പ് സെക്യൂർഡ്. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ കസ്റ്റമേഴ്സ് അക്കൗണ്ട് തന്നാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഖിൽ അക്കൗണ്ട്, അഖിൽ കസ്റ്റമറാണ്, ഡെറ്ററാണ്, അല്ലെങ്കിൽ അനിൽ അക്കൗണ്ട് നമ്മൾ ഡെറ്ററാണ്, അങ്ങനെ അനിൽ, അഖിൽ, അങ്ങനെ ഡെറ്റേഴ്സിൻ്റെ പേര് തന്നാൽ ചെയ്യേണ്ടത്. ഇപ്പോൾ അഖിൽ എന്ന് പറയുമ്പോൾ അഖിൽ, അതിൻ്റെ ഗ്രൂപ്പ് കറണ്ട് അസറ്റ്. ദെൻ സബ് ഗ്രൂപ്പ് പോകുന്നത് സൺട്രി ഡെറ്റേഴ്സ്. നെക്സ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് തരുവാണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് കറണ്ട് ലയബിലിറ്റി. ദെൻ സബ് ഗ്രൂപ്പ് സൺട്രി ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസസ്. ശ്രദ്ധിക്കണം, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ് ഗ്രൂപ്പ് കറണ്ട് ലയബിലിറ്റി, ദെൻ സബ് ഗ്രൂപ്പ് സൺട്രി ക്രെഡിറ്റേഴ്സ് ഫോർ എക്സ്പെൻസസ്. നെക്സ്റ്റ് നമ്മൾക്ക് ഡെറ്റർ തന്ന പോലെ ക്രെഡിറ്റേഴ്സും തരാം. ക്രെഡിറ്ററിൻ്റെ പേര് തരാം, ലൈക്ക് അനിൽ എന്നൊക്കെ പറഞ്ഞ് ക്രെഡിറ്ററിൻ്റെ പേര് തരുവാണെങ്കിൽ അതിൻ്റെ ഗ്രൂപ്പ് കറണ്ട് ലയബിലിറ്റി. സബ് ഗ്രൂപ്പ് പോകുന്നത് സൺട്രി ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസ് എന്നായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ക്രെഡിറ്ററിൻ്റെ പേര് പറഞ്ഞാൽ അതിൻ്റെ ഗ്രൂപ്പ് കറണ്ട് ലയബിലിറ്റി, ലെഡ്ജർ ക്രെഡിറ്ററിൻ്റെ പേര് തന്നെ കൊടുക്കുക. ദെൻ ഗ്രൂപ്പ് കറണ്ട് ലയബിലിറ്റി, സബ് ഗ്രൂപ്പ് സൺ ക്രെഡിറ്റേഴ്സ് ഫോർ പർച്ചേസസ്. നെക്സ്റ്റ് അറിയാവുന്നതാണ് വേജസ് ഗ്രൂപ്പ് ഡയറക്റ്റ് എക്സ്പെൻസസ്, സബ് ഗ്രൂപ്പ് ഇല്ല. ഡയറക്റ്റ് എക്സ്പെൻസുകൾക്കും ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ അതിനൊന്നും സബ് ഗ്രൂപ്പ് ഇല്ല. അപ്പോൾ പർച്ചേസ് ഗ്രൂപ്പ് ഡയറക്റ്റ് എക്സ്പെൻസ്, സബ് ഗ്രൂപ്പ് ഇല്ല. സെയിൽസ് ഡയറക്റ്റ് ഇൻകം, സബ് ഗ്രൂപ്പ് ഇല്ല. ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ് എല്ലാം ഇൻഡയറക്റ്റ് ഇൻകം ആണ്, ഇതിന് സബ് ഗ്രൂപ്പ് ഇല്ല. അതുപോലെ സാലറി പെയ്ഡ്, ഡിപ്രിസിയേഷൻ, ബാഡ് ഡെറ്റ്, റെൻറ്റ് പെയ്ഡ്, ഇൻഷുറൻസ് പെയ്ഡ്, ദെൻ ഓഫീസ് എക്സ്പെൻസസ്, ദെൻ ഓഡിറ്റ് ഫീസ്, എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഇങ്ങനത്തെ എക്സ്പെൻസുകൾ ഇതെല്ലാം സബ് ഗ്രൂപ്പ്, ഇതിൻ്റെ ഗ്രൂപ്പ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, സബ് ഗ്രൂപ്പ് ഇല്ല. അപ്പോൾ കുട്ടികൾ നമ്മളിതിൽ എക്സ്പെൻസുകളെ ഡയറക്റ്റ് എക്സ്പെൻസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും പഠിക്കാനായിട്ട് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ഇമാജിൻ ചെയ്യുക. ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന എക്സ്പെൻസുകളെല്ലാം ഡയറക്റ്റ് എക്സ്പെൻസുകളും, അതുപോലെ പി&എൽ അക്കൗണ്ടിൽ വരുന്ന എക്സ്പെൻസുകൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും, വരുന്ന ഇൻകംസ് ഇൻഡയറക്റ്റ് ഇൻകംസ് ആയിരിക്കും. നമുക്കറിയാവുന്നതാണ്, നമ്മൾ പി&എൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന എക്സ്പെൻസുകൾ പറയും ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. അതേസമയം പി&എൽ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറയും ഇൻഡയറക്റ്റ് ഇൻകംസ് എന്ന് പറയും. ദെൻ ഇതിലടുത്ത ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്. നമുക്ക് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ബോർഡ് എക്സാമിന് തിയറിക്ക് വരാവുന്നതാണ്, അതുപോലെ വൈവ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാവുന്നതാണ്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഗ്രൂപ്പ് ഡയറക്റ്റ് എക്സ്പെൻസ്, സബ് ഗ്രൂപ്പ് ഇല്ല. പി&എൽ അക്കൗണ്ട് ഗ്രൂപ്പ് ഡയറക്റ്റ് ഇൻകം, സബ് ഗ്രൂപ്പ് ഇല്ല. അതുപോലെ സ്റ്റോക്ക് അറ്റ് ബിഗിനിങ്, ദെൻ ഗ്രൂപ്പ് കറണ്ട് അസറ്റ്, ദെൻ അതിൻ്റെ സബ് ഗ്രൂപ്പ് ഇൻവെൻട്രി.